ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിംപ്ലി ബയോളജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഇവിടെ നമുക്കൊരു മെസ്സേജ് കാണാം, സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം? ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിനൻ. വൈ? ബിക്കോസ് ഇറ്റ് റൈസസ് എർത്ത്സ് ടെമ്പറേച്ചർ. അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം ഒരു അപകടകരമായ പ്രതിഭാസമാണ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനത്തിന് കാരണമാകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത്? മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കളും അതുപോലെ തന്നെ സസ്യങ്ങളും ശ്വസനത്തിലൂടെ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, സസ്യങ്ങൾ ശ്വസിക്കാറുണ്ടോ? അവർ ഫോട്ടോസിന്തസിസ് മാത്രമല്ലേ നടത്താറുള്ളൂ? അല്ല കേട്ടോ, സസ്യങ്ങളും ശ്വസിക്കും. അവരും ശ്വസനത്തിലൂടെ അഥവാ റെസ്പിറേഷൻ പ്രക്രിയയിലൂടെ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പല ചെയ്തികളും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമിതമായ പുറന്തള്ളലിന് കാരണമാകുന്നുണ്ട്. ഇനി, ഹൂ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ബയോസ്ഫിയർ? പ്ലാന്റ്സ്. യെസ്, സസ്യങ്ങളാണ് ജൈവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് അറിയപ്പെടുന്നത്. വൈ? പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പ്ലാന്റ്സിന് അഥവാ സസ്യങ്ങൾക്ക് ആഗോളതാപനം ഒരു പരിധിവരെ തടയാൻ കഴിയും. എങ്ങനെ? ബൈ ഡൂയിങ് ദെയർ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് ഓക്സിജൻ ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ സോ ദേ ക്യാൻ മെയിൻറ്റെയിൻ ദ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ നേച്ചർ. സസ്യങ്ങൾ അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് സ്വീകരിക്കുകയും ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം പാലിക്കാൻ സാധിക്കും. ഏത് പ്രക്രിയ വഴിയായിരിക്കും സസ്യങ്ങൾക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുന്നത്? യെസ്, ഇറ്റ്സ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. Plants can regulate the level of oxygen and carbon dioxide in the atmosphere through a process called photosynthesis. സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇനി, പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് സ്വീകരിച്ചാൽ മാത്രം മതിയോ? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് മറ്റ് പദാർത്ഥങ്ങളുടെ ആവശ്യവുമില്ലേ? യെസ്, ദേ ആർ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, സെക്കൻഡ് മിനറൽസ് ആൻഡ് സോൾട്സ്, തേർഡ് സൺലൈറ്റ് ആൻഡ് ഫോർത്ത് വാട്ടർ. ഓക്കെ, then where the photosynthesis process in plants would takes place? In leaves? Yes. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ സസ്യങ്ങളിൽ ഏത് ഭാഗത്താണ് നടക്കുന്നത്? ഇലകളിലാണോ? അത് ഇലകളിൽ മാത്രമേ നടക്കുകയുള്ളൂ? നമുക്ക് നോക്കാം. ഇഫ് ലീവ്സ് ഹാവ് എനി സ്പെഷ്യലൈസ്ഡ് ഓർഗനൽ ഫോർ ഫോട്ടോസിന്തസിസ് ടു ഒക്കർ? സസ്യങ്ങളുടെ ഇലകളിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും ഘടന ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? യെസ്, ഇറ്റ്സ് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ദ ഫോട്ടോസിന്തറ്റിക് ഓർഗനൽ ഇൻ പ്ലാന്റ് സെൽസ്. സസ്യകോശങ്ങളിലെ ഫോട്ടോസിന്തറ്റിക് ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ഇറ്റ് കണ്ടെയ്ൻസ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ വിച്ച് ഇംപാർട്ട്സ് ഗ്രീൻ കളർ ടു ദി പ്ലാന്റ് സെൽസ്. സസ്യകോശങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഹരിതകം പോലുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഹരിതകണത്തിൽ അഥവാ ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് എവിടെയൊക്കെ നടക്കുമായിരിക്കും? ഫോട്ടോസിന്തസിസ്
not only occur in leaves but also occur in all the regions wherever chloroplast is present. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം കാണപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നത് സസ്യങ്ങളുടെ ഇലകളിലാണ്. Why the upper part of leaf is greener than the lower part? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇലകളുടെയൊക്കെ മുകൾ ഭാഗത്ത് പച്ചനിറം കൂടുതലും താഴ്ഭാഗത്ത് പച്ചനിറം കുറവുമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അത്? ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആണ്, അഥവാ ഹരിതക വർണ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹരിതക വർണ്ണങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. ഹരിതകണത്തിനുള്ളിലാണ് ഹരിതകം കാണപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇലകളുടെ മുകൾ ഭാഗങ്ങളിലാണോ താഴ്ഭാഗങ്ങളിലാണോ ക്ലോറോപ്ലാസ്റ്റിന്റെ എണ്ണം കൂടുതലായി കാണപ്പെടുന്നത്? മുകൾ ഭാഗങ്ങളിലാണല്ലേ? യെസ്, നിങ്ങളുടെ ഉത്തരം കറക്റ്റാണ്. ഇനി നമുക്ക് ഹരിതകണത്തിൻ്റെ ഘടന പരിശോധിച്ചാലോ? Chloroplast structure. It was seen inside the plant cell. സസ്യകോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ഘടനകളാണ് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ. ഇരട്ട പാളികളുള്ള സ്ഥലം കൊണ്ടാണ് ഹരിതകണം നിർമ്മിച്ചിരിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഹാവ് ടു മെയിൻ പോർഷൻസ്. They are stroma and grana. Stroma is the fluid part of chloroplast, whereas grana is the pack of membranous sac, and each sac is called as thylakoids. ഹരിതകണം നിർമ്മിച്ചിരിക്കുന്നത് ഇരട്ട പാളികളുള്ള സ്ഥലം കൊണ്ടാണ്. ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്ട്രോമ, രണ്ട് ഗ്രാന. സ്ട്രോമ എന്ന് പറയുന്നത് ഹരിതകണത്തിൻ്റെ ദ്രാവക ഭാഗമാണ്. ഹരിതകണത്തിലെ ദ്രാവക ഭാഗമായ സ്ട്രോമയ്ക്കുള്ളിൽ സ്തരസഞ്ചികളുടെ അടുക്ക് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രാന. ഈ അടുക്കിലെ ഓരോ സ്തരസഞ്ചികളെയും തൈലക്കോയിഡ്സ് എന്നും വിളിക്കുന്നു. Then what is photosynthetic pigments and its role? Where it can be seen? Photosynthetic pigments are seen in the grana of chloroplast. Photosynthetic pigments ഹരിതകണത്തിലെ ഗ്രാന ഭാഗത്ത് കാണപ്പെടുന്നു. They absorb light energy from sunlight. എന്താണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിന്റെ ധർമ്മം? അവർ സൂര്യപ്രകാശത്തിൽ നിന്നും പ്രകാശോർജത്തെ ആഗിരണം ചെയ്യുന്നു. Then what are the different kinds of photosynthetic pigments? They are chlorophyll A, chlorophyll B, carotene and xanthophylls. ഹരിതകം A, ഹരിതകം B, carotene, xanthophylls എന്നിവയാണ് ഹരിതകണത്തിലെ പ്രധാന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. ഇതിൽ chlorophyll A is directly participate in the photosynthesis process, and other pigments are known as accessory pigments. Why? Accessory pigments are pigments absorb light energy from sunlight and transfer it to the chlorophyll A pigment. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ സഹായിക്കുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിൽ ഹരിതകം എ എന്ന വർണ്ണം മാത്രമാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ഹരിതകം ബി, കാരോട്ടീൻ, സാന്തോഫിൽ പോലുള്ള മറ്റു പിഗ്മെന്റ്സ് സഹായക വർണ്ണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സഹായക വർണ്ണങ്ങൾ എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രകാശോർജത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എക്ക് കൈമാറുന്ന വർണ്ണങ്ങളാണ് സഹായക വർണ്ണങ്ങൾ. അവ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഫോട്ടോസിന്തസിസ് പ്രോസസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നതിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ് ആൻഡ് സോൾട്ട്സ്, സൺലൈറ്റ്, വാട്ടർ
എന്നിവയുടെ ആവശ്യകതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ വാട്ടർ എങ്ങനെയായിരിക്കും ലീവ്സിലെത്തുക? എവിടെയാണ് ജലം നമുക്ക് കാണാൻ സാധിക്കുന്നത്? യെസ്, സോയിൽ. മണ്ണിൽ നിന്ന് ജലത്തെ സസ്യങ്ങൾ വേരുവഴി സസ്യഭാഗങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇവ സസ്യഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് അവ ജലത്തെ സംവഹിക്കുന്ന സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം സംവഹന കലകളായ സൈലത്തിലൂടെ കടന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ദ പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം സോയിൽ ടു ലീവ്സ് ത്രൂ റൂട്ട്സ് ആൻഡ് സൈലം. ആൻഡ് വാട്ട് മേ ബി ദ പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിൽ എത്തിച്ചേരുന്നത് എങ്ങനെയായിരിക്കും? ഇലകളുടെ ഛേദത്തിൽ അറ്റത്ത് കാണപ്പെടുന്ന ഉപരിവൃതിയിൽ പ്രത്യേക തരത്തിലുള്ള ഘടനകൾ ഉണ്ട്. അവരെ നമ്മൾ സ്റ്റൊമേറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ആസ്യരന്ധ്രങ്ങൾ വഴി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും ഇലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. So, the path of carbon dioxide to leaves is from atmosphere to inside the leaves through stomata. Xylem is a plant vascular tissue that conveys water and dissolved minerals from the roots to the rest of the plant and also provides physical support. സസ്യങ്ങളിൽ ജലത്തിൻ്റെയും മിനറൽസിൻ്റെയും സംവഹനത്തിന് സഹായിക്കുന്ന പ്രത്യേകതരം സംവഹന കലകളാണ് സൈലം. Here then stomata. Stomata are cell structures in the epidermis of leaves and needles that are involved in the exchange of carbon dioxide and water between plants and the atmosphere. സസ്യകോശങ്ങൾക്കും അതിനു ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനുമിടയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന സസ്യങ്ങളുടെ ഉപരിവൃതി അഥവാ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന പ്രത്യേകതരം സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റൊമേറ്റ അഥവാ ആസ്യരന്ധ്രം. പാഠഭാഗത്തിലെ മറ്റു ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.